എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പ്രതികരിച്ചില്ല? 2 വർഷം മുമ്പ് ഒരു പുരോഹിതൻ നിങ്ങളുടെ ലിംഗത്തിന് ബലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അണ്ടിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? ഇതാണ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ചോദ്യം. അതുപോലെ തന്നെ ഫ്രാങ്കോ പീഡിപ്പിച്ച സിസ്റ്റർ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? 13 വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞപ്പോൾ ചോദിക്കണേ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന്. ശരിയാണ്, അന്ന് പറയാൻ പറ്റില്ല. ഇന്നാണ് അവർക്ക് അത് വിളിച്ചു പറയാൻ തോന്നിയത്. നിങ്ങളെല്ലാവരും കേട്ട് കാണല്ലോ ആ സിസ്റ്ററിന്റെ ഇന്റർവ്യൂ, ആ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ. അല്ലെങ്കിൽ സിസ്റ്റർ അഭയ കിണറ്റിൽ വീണ് മരിച്ചപ്പോൾ, അല്ലെങ്കിൽ തള്ളിയിട്ട് കൊന്നപ്പോൾ സിസ്റ്റർ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? അന്ന് കിണറ്റിൽ വീഴാൻ പോണേക്കാൾ മുമ്പ് ലൈവ് ചെയ്തില്ല. അതുപോലെ കിണറിൽ വീണ് മരിക്കുന്ന സിസ്റ്റേഴ്സ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ സംവിധാനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ ഇടവകയിൽ പുത്തഞ്ചേരി ഈസ്റ്റ് ഇടവകയിൽ ലോക്കറുണ്ട്. കൈക്കാരന്മാരെന്ന് പറയും. അച്ഛൻ്റെ തൊട്ട് താഴെ 3 കൈക്കാരന്മാരുണ്ട്. കൈക്കാരൻ എന്ന് പറഞ്ഞാൽ പറയാ പാരിഷ് ട്രസ്റ്റി, ചർച്ച് ട്രസ്റ്റി എന്നൊക്കെ പറയും. ആ ലോക്കർ അവർ അന്ന് സ്ഥാനം ഏറ്റെടുത്ത അന്ന്, അതായത് 2024 ഒക്ടോബർ 15 തീയതി 3 വ്യക്തികൾ, ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല, കാരണം ഞാൻ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. 3 വ്യക്തികൾ സ്ഥാനം ഏറ്റെടുത്ത അന്ന് ലോക്കറിലെ സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിരുന്നു. ആ സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് അവരെന്ത് ചെയ്തു? പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ ഉള്ളിൽ സ്വർണം നഷ്ടപ്പെട്ടു. അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു? ഉള്ളത് എഴുതി വെക്കൂ. അതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്വർണം നഷ്ടപ്പെട്ടു, സ്റ്റോക്കിൽ എഴുതി വെച്ച സ്വർണ്ണം അതിലില്ല. അപ്പം അച്ഛൻ അതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഉള്ളത് എഴുതി വെക്കൂ. അതിനുശേഷം മറ്റുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുന്ന വ്യക്തികളുടെ അടുത്തും അന്ന് ഇരുന്നിരുന്ന വ്യക്തികളുടെ അടുത്തും പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കോ? അപ്പോൾ അതിനുശേഷം 15 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു വന്നു. ഞങ്ങളുടെ ഇടവകയിലത്തെ പള്ളിയിലത്തെ ഓരോ കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അവർ എന്ത് വിചാരിച്ചു? ഓക്കെ, അപ്പോൾ അത് തീർന്നല്ലോ, അത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവർ അന്ന് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് പതുക്കെ ലീക്കായി പല ആളുകളിലേക്ക് എത്തിയത്. ഈ സ്വർണം നഷ്ടപ്പെട്ടതും തിരിച്ച് ഈ ലോക്കറിന്റെ ഉള്ളിലേക്ക് 2024 സംഭവിച്ചത്, ഓഗസ്റ്റ് 15 സംഭവിച്ച ഈ കാര്യം പല ആൾക്കാരേക്ക് പറഞ്ഞ് അത് പരന്നു. അപ്പോൾ അത് ചോദ്യം ചെയ്തു തുടങ്ങിയ ആൾക്കാർ. അങ്ങനെ ഞങ്ങളുടെ ഈ പള്ളിയിൽ, ഇടവകയിൽ 2 ഭരണ സംവിധാനങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. പ്രതിനിധി യോഗം എന്ന് പറയും. അതിൽ ഏകദേശം ഒരു 40 പേരുണ്ട്. പിന്നെ കുടുംബ യൂണിറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതി എന്ന് പറയും. 16 കുടുംബ യൂണിറ്റുകളിൽ നിന്ന് കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം. അപ്പൊ ഈ പ്രതിനിധി യോഗത്തിൽ ഇത് ചർച്ചയായപ്പോൾ ഈ 2 പേര് ഓൾറെഡി ഇത് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ 3ാമതൊരാളുണ്ട്, ഈ ലോക്കറിന്റെ താക്കോല് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി പറഞ്ഞു, ഈ പ്രതിനിധി യോഗത്തിൽ ഇത് ചോദ്യം വന്നു, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് 1 കാലഘട്ടത്തിൽ ആ താക്കോല് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്വർണം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ച് ആ ലോക്കറിന്റെ ഉള്ളിലേക്ക് വന്നു. അത് ഈ താക്കോല് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയല്ല അത് വെച്ചിട്ടുള്ളത്, വേറെ ആരാണ് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടും ആരും വന്നത് പറയാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? അതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. അപ്പൊ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്ന് ഈ ഉത്തരവാദിത്തപ്പെട്ട 3 വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്ഥാനം ഏറ്റെടുത്തു, ആ സമയത്ത് ഞങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി. ഇത് പെട്ടെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ വലിയൊരു ചർച്ചയാക്കേണ്ട വിഷയമാക്കേണ്ട അവർ സൈലന്റ് ആയിട്ടിരുന്നു. കട്ടെടുത്ത കള്ളനിത് അറിഞ്ഞപ്പോൾ അവൻ തന്നെ അവന്റെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു, അവൻ ആ ഗോൾഡ് ആ ലോക്കറിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് ഒന്നറിയാത്ത പോലെ ഇരുന്നു. ഇതിൽ ഈ താക്കോൽ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി കൂട്ടുനിന്നോ എന്നുള്ളതും എനിക്കറിയില്ല, ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. പക്ഷെ പുരോഹിതൻ അവിടെ പറഞ്ഞ വാക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു മേലുദ്യോഗസ്ഥന്റെ അടുത്ത് ഞാൻ അവിടെ ഒരു സ്റ്റോക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് പറയാണ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് കാണാനില്ല, അതും ഗോൾഡ് പോലെയുള്ള ഒരു ഐറ്റം കാണാനില്ല. അത് പറയുമ്പോൾ അദ്ദേഹം പറയും, ഓക്കെ, അത് പെട്ടെന്ന് അന്വേഷിക്കൂ, തെളിവുകൾ നോക്കൂ, പോലീസിനെ അറിയിക്കൂ എന്നാണ് പറയാ. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന പുരോഹിതൻ പറഞ്ഞത് എന്താണ്? കുഴപ്പമില്ല, ഉള്ളത് എഴുതി വയ്ക്കൂ. ഇനി ഈ സംശയം ഇത്തരം വ്യക്തികളിലേക്ക് നീളാനായിട്ടുള്ള കാരണമുണ്ട്. ഈ ലോക്കറിന്റെ 2 താക്കോലിൽ ഒരു താക്കോൽ എപ്പോഴും പുരോഹിതന്റെ കയ്യിലാണ് ഉണ്ടാവുക, ഒരു താക്കോലായിരിക്കും ഇതിന്റെ ട്രസ്റ്റീസിന്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ആ താക്കോൽ കാണാനില്ല എന്നാണ് പുരോഹിതൻ പറയുന്നത്. ഇത് വാങ്ങിയ സമയത്ത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഈ ലോക്കർ വാങ്ങിയത്. അത് വാങ്ങിയ സമയത്തെ വ്യക്തികൾ അന്ന് ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നു അതിനൊരു താക്കോൽ ഉണ്ടായിരുന്നു.
അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറിയത്. ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറിയത്. അതുകൊണ്ടാണ് എനിക്കെതിരെ ഇവർ ഓടിച്ചെന്ന് കേസ് കൊടുത്തത്. മനസ്സിലായില്ലേ? അത് കാരണം പലതുമാണ് പറഞ്ഞത്. എന്നെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് എടുത്തില്ല, അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ലിംഗത്തിന് ബലമുണ്ടോ എന്ന് എന്റെ ചെവിട്ടിൽ ചോദിച്ച കാര്യം 2 വർഷം മുമ്പ് അന്ന് നമ്മുടെ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, മണിപ്പൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്നും ജാഥ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ജംഗ്ഷനിലേക്ക്. അന്ന് ആ പ്രസംഗം സമൂഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ മുദ്രാവാക്യങ്ങളായിരുന്നു. എനിക്കത് വിളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ എല്ലാ സമുദായവുമായിട്ട് ഒരുമിച്ച് ഒരേ മനസ്സായിട്ട് പോകുന്നതാണ്. ഞാൻ എന്തിനാണ് എനിക്കറിയാത്തൊരു വിഷയത്തിനെ കുറിച്ച് മുദ്രാവാക്യം വിളിച്ച് മറ്റുള്ളവരുടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ നിന്നു കൊടുക്കേണ്ട കാര്യം തിരിക്കണം? ഞാൻ എൻ്റെ ഈ സമൂഹത്തിൽ, ഈ മതത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ, മണിപ്പൂർ നടക്കുന്ന വിഷയത്തിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണ്ടേ? അതും ഒരു കാരണം. രണ്ടാമത്തെ കാരണം, എനിക്ക് അറിയില്ല. ഞാൻ മുദ്രാവാക്യം വിളിച്ച് ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ അന്നത് ചെയ്യാതിരുന്നത്. അതിന് എൻ്റെ അടുത്ത് പുരോഹിതൻ ചോദിച്ചത് നിന്റെ ലിംഗത്തിന് ബലമുണ്ടോ എന്നാണ്. അതിനെതിരെയാണ് എനിക്കിപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്, കേസ് എന്തിനാണ്, കേസ് എന്തിനാണ്? ഇതിനാണ് കേസ്. എൻ്റെ ലിംഗത്തിന് ബലം ഉണ്ടോ എന്നുള്ളൊരു പുരോഹിതൻ ചോദിച്ചു. അന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ജനിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് മാനസിക സംഘർഷം ഉണ്ടായി, എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി, എൻ്റെ പൗരുഷത്വത്തിനെ ചോദ്യം ചെയ്യണതായിട്ട് തോന്നി. അന്ന് എന്തുകൊണ്ട് അയാളെ അടുത്ത് പറഞ്ഞില്ല, പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ ചോദിക്കണേ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഫ്രാങ്കോ പീഡിപ്പിച്ചിട്ടുള്ള സിസ്റ്റർ 13 വർഷം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ വന്നെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അവർക്ക് അപ്പോഴാണ് അത് പറയാനുള്ള ധൈര്യം കിട്ടിയത്. എനിക്കിപ്പോഴാണ് ധൈര്യം കിട്ടിയത്, എനിക്കിപ്പോഴാണ് പറയണമെന്ന് തോന്നിയത്. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് ക്ഷമിക്കണമായിരുന്നു. ബിഷപ്പും പുരോഹിതൻ എന്നോട് ക്ഷമിക്കണമായിരുന്നു. കാരണം അവരതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കൂ സഹിക്കൂ എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അപ്പോൾ അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റാണ്ടിരുന്നത്? അപ്പോൾ അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അഭയ കിണറ്റിൽ നിന്ന് വന്ന് പ്രതികരിച്ചില്ല എന്നുള്ളത് ക്രിസ്ത്യാനികൾ ചോദിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അതായത് തവിട് തിന്നണ രാജാവിന് തവിട് തിന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇറക്കാനായിട്ട്. തവിട് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. തവിട് എണ്ണാന്നൊക്കെ കേട്ടിട്ടില്ലേ? നെല്ല് കുത്തിയതിന് ശേഷം ഉണ്ടാവണ ഈ ഇതുണ്ടല്ലോ, ആ സാധനമാണ് തവിട് എന്ന് പറയുന്നത്. ആ തവിട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് അരി പോളിഷ് ഇതൊക്കെ എടുക്കലോ, ആ തവിട് തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം മന്ത്രിമാർ മുറം വീശി കൊടുക്കും, കാറ്റ്. അങ്ങനെ കുറെ മന്ത്രിമാർ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ തവിടാണെങ്കിൽ അത് രാജാവിന് കൊടുക്കാതിരിക്കുക, രാജാവിൻ്റെ അടുത്ത് കൊടുക്കണ്ടെന്ന് കഴിക്കണ്ടെന്ന് പറയാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് മുറം വീശി കൊടുക്കല്ല ചെയ്യേണ്ടത്. നഗ്നനാണെങ്കിൽ, രാജാവ് നഗ്നനാണെങ്കിൽ ആ നഗ്നത കൂടെ നടക്കുന്നവർക്കും ഉണ്ടാകും. നിങ്ങളത് പറയാ, രാജാവെ നിങ്ങൾ അടിവസ്ത്രം ധരിച്ചിട്ടില്ല, നിങ്ങൾ നഗ്നനാണെന്ന് ഈ രാജാവിനോട് പറയാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈസി ചെയറിൽ ഇരുന്നിട്ടല്ല ഇത് ചെയ്യണത്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കരുത്. അന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇന്ന് എനിക്ക് ധൈര്യം ഉണ്ടായി, ഞാനത് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ ക്ഷമിച്ചില്ല. അപ്പൊ പുരോഹിതൻ ഭാരതീയ നിയമസംഹിതയിൽ പോയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് എന്നെ കാരാഗ്രഹത്തിലേക്ക് ആക്കാൻ നോക്കി. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. ഓക്കെ.